ശാസ്ത്രവും ഐതിഹ്യവും ഇഴചേർത്ത് ഒരല്പം എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഭരതൻ എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള മാനറിസങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഈ കഥ കേട്ടപ്പോൾ, ഈ കഥാപാത്രം കേട്ടപ്പോൾ ഒരു മാനറിസം മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവണം നമ്മൾ വിചാരിച്ചിരുന്നു. ഇയാളുടെ രണ്ട് സ്റ്റേജുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഒട്ടും ഒരു ഓവർഡൂ ചെയ്യരുത് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചത് നോർമൽ സ്റ്റേജിലെല്ലാം സാധാരണ രീതിയിലുള്ളൊരു സംസാര രീതിയും ഇയാൾക്ക് ഈ ഒരു മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ വരുന്ന മൊമെന്റിൽ ഭാഷ കുറച്ച് ചടുലവും അവിടെ ഒരു അവ്യക്തതയൊക്കെ കുറെ ഒരു വാക്ക് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭൂമിയിൽ അനുഭവപ്പെടുന്ന മൗലിക ബലങ്ങൾ ഇത്രയുമാണെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. പക്ഷേ അനന്തമായ ബലപ്രവാഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെരും കളിയാണ് ഈ പ്രപഞ്ചം. എനർജി ഈസിക്കൽ ടു മാസ് ഇൻടു വെലോസിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ ഐൻസ്റ്റീൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ വേറെ പഠിച്ചോളാം. സയൻസ് ഒക്കെ ഞങ്ങൾ വേറെ പഠിച്ചോളാം. ഇത് മലയാളം ക്ലാസ്സാ, സാർ മലയാളം പഠിപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ ചിത്രത്തില് ഒരു കുറുമ്പന്റെ ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് ഇത്തരം ഒരു പരാമർശം വരുമ്പോൾ ശരിക്കും ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ കുട്ടിത്തം ഉണ്ടാകുന്നുണ്ട്, ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട്, ആ കാലഘട്ടത്തിലെ കഥകളും ഓർമ്മയിലുണ്ടാകുന്നു. ഇപ്പൊ ഈ സിനിമയിൽ ഇത് ചേർത്തത് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായിരുന്നു അത്തരമൊരു സംഭവത്തിലേക്ക് വന്നത്? അത് പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കഥാപാത്രത്തിന് ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ ഇയാൾ കണ്ട ഒരു വിഷ്വലിനെ ബേസ് ചെയ്തിട്ടാണ് ഇയാളുടെ ലൈഫ് പിന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിസ്മയിപ്പിക്കുന്ന ഒരു വിഷ്വൽ പണ്ട് കണ്ടിട്ടുണ്ട്. അതിന് കൂടുതൽ പഠിക്കാനായിട്ട് അച്ഛനമ്മയൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പൊ ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പലപ്പോഴായിട്ട് അതിന് ട്രൈ ചെയ്തിട്ട് പിന്നെ ഒന്നിനും വിജയിക്കാതെ ഫാമിലിക്ക് വേണ്ടി എന്തൊക്കെയോ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥം തന്നെ തെറ്റിച്ചു കളയുമായിരുന്നു ഒരു അപാര ശക്തി രഹസ്യം. അതൊരു പൂക്കുല പോലെ കയ്യിലിരിക്കുമ്പോഴും അതുകൊണ്ട് അമ്മാനപ്പന്ത് കളിച്ച് കുട്ടികളെ രസിപ്പിച്ചാൽ മതി എന്ന് തീരുമാനിച്ചൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഇവിടെ, കറുമ്പൻ കുറവൻ. കറുമ്പൻ ഈ നാട്ടിലെ ഏറ്റവും പഴയ പാരമ്പര്യത്തിലെ കറുകറുത്ത ബ്രാഹ്മൺ. ശാസ്ത്രത്തിലൂന്നിയ ഒരു കഥ പറയുമ്പോൾ ഇത് എത്രമാത്രം പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടായിരുന്നോ? പ്രേക്ഷകർ സ്വീകരിക്കാനുള്ള രീതിയിലൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. സ്വീകരിക്കുന്നുള്ള നമുക്ക് ഓൾമോസ്റ്റ് ഷുവറായിരുന്നു. കഥയുടെ ഒരു ബലമുണ്ട്. പക്ഷെ ഇതെങ്ങനെ സ്വീകരിക്കത്തക്ക രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ. കാരണം അത്ര വലിയൊരു കഥയാണ്, ഭയങ്കരമായൊരു കഥയാണ്. ഒരുപാട് വിഷ്വൽ സ്കോപ്പുള്ളതാണ്, ഒരുപാട് ഗ്രാഫിക്സ് ചെയ്യണം, ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. മലയാള സിനിമയുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ഒരു ഫിലിം നമുക്ക് എങ്ങനെ ചെയ്യുന്ന നമ്മൾ ആലോചിച്ചു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ കുറെ പരിമിതികളുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് നന്നാക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായത്. ഭരതനിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ കഥാപാത്രം എത്രത്തോളം ചിത്രത്തെ സഹായിച്ചിട്ടുണ്ട്? ചിത്രത്തിന്റെ ഒരു കഥാ വഴിമുട്ടല്ല, ഈ കഥാപാത്രങ്ങൾക്കിടയിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകുന്ന ഒരു മൊമെന്റിൽ കഥയ്ക്കൊരു വഴിത്തിരിവ് ഉണ്ടാവണല്ലോ. കഥയ്ക്കൊരു കൺക്ലൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ട് കഥ വഴിമുട്ടിയ ഒരു സ്ഥലത്ത് പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു ടെൻഷൻ റിലീസ് ചെയ്യാനും ഈ കഥാപാത്രങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് വരുന്നൊരു കഥാപാത്രം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് ആ ഒരു റോളിന് സുരേഷ് ഗോപി വന്നതിന് വളരെയധികം നന്ദിയുണ്ട് അദ്ദേഹത്തിന് കഥാപാത്രം ചെയ്യാൻ. അതുപോലെ മധുമുട്ടത്തിന്റെ ഈ ഭരതന്റെ തിരക്കഥയിൽ ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നിയത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിനാണ് എനിക്ക് ഭയങ്കര ഒരു ആരാധന തോന്നുന്നത് എനിക്ക്. കാരണം ഇത്രയും ടെൻഷൻസ് ഉള്ള, ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്ത് ഭയങ്കരമായിട്ട് നർമ്മം കലർത്തിയാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റുള്ളവർക്ക് കുഴപ്പം പിടിച്ച ഒരാൾ എന്ന് തോന്നുന്ന ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ ഭരതൻ എന്ന കഥാപാത്രം മറ്റുള്ളവർക്ക് കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. അപ്പം ആ കുഴപ്പം നർമ്മത്തിൽ കലർത്തിയിട്ട് ടെൻഷൻസ് മുഴുവൻ ഇയാളുടെ ഫാമിലിയിലേക്ക് മാത്രം മാറ്റി, ഇയാളുടെ ഭാര്യയ്ക്കും കുട്ടികളുടെ സുഹൃത്തുക്കൾക്കും മാത്രമാക്കി മാറ്റി. മറ്റ് എല്ലാ കഥാപാത്രങ്ങൾക്കും ഇതൊരു തമാശയും ഫണ്ണുമായിട്ട് പ്രേക്ഷകർ അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ട നർമ്മത്തിൽ കൂടെയാണ് ഈ സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് പറഞ്ഞത്. എനിക്ക് നല്ലൊരു മേക്കിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് രീതി എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. ഇങ്ങനെയുള്ള കിശമത്ത് പണികളൊക്കെ ഭരതന്റെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ ഭരതൻ എവിടെ? കുളിച്ചോട്ടെ.
ഞാൻ വാടകയുടെ ഇനത്തി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് വിചാരിച്ച് കയറിയെന്നേ ഉള്ളൂ. സാരമില്ല, സാവകാശം തന്നാ മതി. ഭരതൻ കുളിച്ചോട്ടെ. ബിജു മേനോന്റെ ഇതുവരെ കാണാത്ത മുഖമാണ് ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക? തീർച്ചയായിട്ടും ശരിയായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാവുന്നൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. പല കഥാപാത്രങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും പെർഫോം ചെയ്യേണ്ട ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത് ആദ്യമാണെന്നാണ് ഈ പറയാം. 2-3 സ്റ്റേജസ് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യാനുള്ളത്. അപ്പം അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു റോളാണ് എനിക്കിതിൽ കിട്ടിയത്. നമ്മുടെ ആ ബാംഗ്ലൂരിലെ ബാലേന്ദ്രനില്ലേ, ആ ബാംഗ്ലൂർ റിസർച്ച് ചെയ്യണ ബാലേന്ദ്രൻ, അവനെന്ന് വന്നപ്പോ സ്പേസിലെ ഗ്രാവിറ്റിയെ കുറിച്ച് റിസർച്ച് ചെയ്യണ കുറെ പുതിയ ആർട്ടിക്കിൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറെ അമേരിക്കൻ ചാനലുകള്. അതെവിടെ വെച്ചു? ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. പ്രേക്ഷകർക്കിടയിലുള്ള ഒരു അഭിപ്രായം പറയാം. ബിജു മേനോൻ വളരെയധികം മടിയനാണെന്ന് ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? അത് എനിക്കറിയില്ല എന്താണ്. എല്ലാവരും പലരും പറയാറുണ്ട് മടിയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നിലൊരു മടി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ ഞാൻ നന്നായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിലായാലും മടി പിന്നെ ഒന്നിൻ്റെയും പുറകിൽ പോകാറില്ല. എനിക്ക് വരുന്നത് സ്വീകരിക്കാറുള്ളൂ. അഗ്രസീവായിട്ട് ഇന്നത് അച്ചീവ് ചെയ്യണമെന്ന രീതിയിലോ അല്ലെങ്കിൽ ഇന്നത് കോൺകർ ചെയ്യണമെന്ന രീതിയിലോ ഒരു എഫേർട്ട് അങ്ങനത്തെ സാധനം അത്രയൊരു എനർജി അതിൻ്റെ പുറകിൽ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് വരുന്നത് ഇഷ്ടപ്പെട്ടതായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില സൈലൻസ് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതൊരു മടി കൊണ്ടുണ്ടാകുന്നത്. മടിയല്ല ആക്ച്വലി.